ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഈ ഒരു സിനിമയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ഭാഗത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു സിനിമ കാണാൻ പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് ഒന്ന് കണ്ടതിന് ശേഷം നിങ്ങൾ സിനിമ കാണാൻ പോവുക. അപ്പോൾ മിഴി ഫിലിംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ തുടർന്ന് കാണുന്നതിന് മുന്നേ ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. എനിക്കൊരു സപ്പോർട്ട് എന്ന നിലയിൽ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. അപ്പോൾ നമുക്ക് സിനിമ എങ്ങനെയുണ്ടെന്ന് നോക്കാം. പേരും ടീസറും ട്രെയിലറും ഒക്കെ സൂചിപ്പിക്കും പോലെ കോടതി മുറിക്കുള്ളിലെ കഥ പറയുന്ന കോർട്ട് റൂം ഡ്രാമയാണ് സുരേഷ് ഗോപി പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന JSK. സുരേഷ് ഗോപിയുടെ തന്നെ ചിന്താമണി കൊലക്കേസ് എന്ന സിനിമയുമായി വിദൂര സാമ്യം ആരോപിക്കാവുന്ന ചിത്രത്തിന്റെ കഥ പറച്ചിൽ രീതി പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഒരു കുറ്റകൃത്യം സംഭവിച്ചാൽ കുറ്റാരോപിതരാണെന്ന് കണ്ടുപിടിച്ചിട്ട് മാത്രം കാര്യമില്ല, മറിച്ച് അതിന്റെ കാരണം കണ്ടെത്തി തൊലിപ്പുറത്തെ ചികിത്സയ്ക്കപ്പുറമുള്ള നടപടികൾ വേണമെന്ന് ചിത്രം പറഞ്ഞു വെക്കുന്നു. ജാനകി എന്ന കേന്ദ്ര കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയാണ് സിനിമയും അതിലെ എല്ലാ കഥാപാത്രങ്ങളും മുന്നോട്ട് നീങ്ങുന്നത്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം അനുപമ പരമേശ്വരൻ മലയാളത്തിലേക്ക് മടങ്ങിയെത്തുന്നത് ജാനകി എന്ന ഈ ശക്തമായ കഥാപാത്രത്തിലൂടെയാണ്. ജാനകി എന്ന പെൺകുട്ടിയും അവളുടെ അതിജീവന സമരവും അവളെ പിന്താങ്ങിയും എതിർത്തും എത്തുന്ന സമൂഹവുമാണ് ചിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. സിനിമയുടെ ആദ്യ പകുതി വളരെ മികച്ചതാണ്, പ്രത്യേകിച്ച് ഇന്റർവെല്ലിന് മുമ്പുള്ള അരമണിക്കൂർ. ചടുലവും വൈകാരികവുമായ ആ സമയത്തെ രംഗങ്ങൾ പ്രേക്ഷകനെ കോരിത്തരിപ്പിക്കുന്നതാണ്. പ്രധാന കഥയുടെ പശ്ചാത്തലം പ്രേക്ഷകന് പൂർണ്ണമായി മനസ്സിലാകണമെങ്കിൽ ആദ്യ പകുതി ഏതാണ്ട് കഴിയണം. സാധാരണ ഇൻട്രോയിലൂടെ സുരേഷ് ഗോപിക്ക് ഒരു അമാനുഷിക പരിവേഷം കൊടുക്കാതിരിക്കാൻ അണിയറക്കാർ ശ്രമിക്കുന്നുണ്ടെങ്കിലും പിന്നാലെ വരുന്ന ചില രംഗങ്ങളിൽ അവരറിയാതെ തന്നെ ഒരു മാസ് ഹീറോ അപ്പീൽ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. ആദ്യ പകുതി സ്വീകരിച്ചു പോകുന്ന രീതിക്ക് നേർവിപരീതമാണ് രണ്ടാം പകുതി. കോടതി മുറിയിൽ നിന്നും കുറ്റാന്വേഷണത്തിലേക്ക് സിനിമ വഴിമാറുന്നു. സാധാരണ സിനിമകളിൽ പോലീസുകാരാണ് ഇതിന് നേതൃത്വം നൽകുന്നതെങ്കിൽ ഇവിടെ സാധാരണക്കാരാണ് അതിന് മുന്നിട്ടിറങ്ങുന്നത്. ആദ്യ പകുതിയുടേതുപോലെ തിരക്കഥ കുറച്ചുകൂടി ടൈറ്റ് ആക്കിയിരുന്നെങ്കിൽ രണ്ടാം പകുതി കുറച്ചുകൂടി ആസ്വാദികരമായേനെന്ന് തോന്നി. ജാനകിയായി അനുപമ പരമേശ്വരൻ മികച്ച പ്രകടനമാണ് നടത്തുന്നത്. പഞ്ച് ഡയലോഗുകളും അതിനു ചേർന്ന ഡെലിവറിയും പുത്തരിയല്ലാത്ത സുരേഷ് ഗോപി അനായാസം വക്കീൽ വേഷം കൈകാര്യം ചെയ്തു. വലിയ താരനിരയിലാണ് ചിത്രം എത്തിയത്. രചനയും സംവിധാനവും നിർവഹിച്ച പ്രവീൺ നാരായണൻ ആദ്യ ചിത്രത്തിന്റെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ മികവ് പുലർത്തി. തിരക്കഥയിലെ ചില ഡയലോഗുകളും രംഗങ്ങളും സന്ദർഭോചിതമല്ലാതെ കൂട്ടിച്ചേർക്കപ്പെട്ട പോലെ തോന്നിപ്പിച്ചു. സിസ്റ്റവും അതിന്റെ തകരാറും ചർച്ചയാകുന്ന ഇക്കാലത്ത് അത് ബോധപൂർവമല്ലെന്ന് വാദിക്കാനും തരമുണ്ട്. കോർട്ട് റൂം ത്രില്ലറുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ആസ്വദിക്കാവുന്ന ചിത്രമാണ് JSK. സെൻസർ ബോർഡ് എന്തിനാണ് ഈ ചിത്രത്തിന് ഇത്രയധികം വെട്ടിത്തിരുത്തലുകൾ ആവശ്യപ്പെട്ടതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കമൻറ്റ് ബോക്സിൽ കുറിക്കുക. ഈ ഒരു സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.